മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കപ്പെട്ട നടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർ അഭിനയിച്ച ബ്രോഡ് ആടി, എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ ആണ് ഈ പെൺകുട്ടിയെ താമസ സ്ഥലത്ത് മുറിക്കകത്ത് വെച്ച് മയക്കുമരുന്ന് കലർന്ന ജ്യൂസ് നൽകി പീഡിപ്പിച്ചത്. അബോധാവസ്ഥയിൽ മണിക്കൂറുകളോളം മയങ്ങിക്കിടന്ന പെൺകുട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് താൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം. അപ്പോൾ തന്നെ കുട്ടി എല്ലാവരെയും വിവരങ്ങൾ അറിയിച്ചു. പോലീസിലും മറ്റും പരാതി നൽകി. പോലീസ് വന്ന് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. വനിതാ കമ്മീഷന് പരാതി നൽകി. ഇതുകൊണ്ടൊന്നും ഒരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോഴാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഇവർ പരാതി നൽകിയത്. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ആ ഘട്ടത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ യുവതി കാണുന്നത്. അങ്ങനെ അവർ വീണ്ടും ഒരു പരാതി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നൽകി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ പെൺകുട്ടി. ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഈ ബ്രോഡ് ആഡി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ സൗഹൃദം സ്ഥാപിക്കുകയും ഒന്നിച്ച് സംസാരിച്ചിരിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ ഈ ജ്യൂസ് നൽകുകയും ഒരു സംശയവും തോന്നാതെ കുട്ടി കഴിക്കുകയുമാണ് ചെയ്തത്. അതോടുകൂടി തലകറക്കം വരികയും പിന്നീട് മയങ്ങിപ്പോയ കുട്ടി ക്രമേണ അബോധാവസ്ഥയിലാവുകയുമാണ് ഉണ്ടായത്. ഇത്രയും ക്രൂരമായ ഒരു പീഡന കേസ് നേരിട്ടറിയിച്ചിട്ടും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ മൈക്ക് കെട്ടിവെച്ച് പറയുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മൊഴി ശരിയാണെങ്കിൽ, SIT ഈ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പരാതി ലഭിച്ചിട്ടും ഒരു നടപടിയും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും സ്വീകരിക്കാത്തത് എന്ന് വെളിപ്പെടുത്താനുള്ള നിയമപരമായ ബാധ്യത തന്നെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ സ്ത്രീപീഡന കേസുകളിൽ എത്ര ഗുരുതരമായ വീഴ്ചകളാണ് വരുത്തുന്നത് എന്നതിന് തെളിവാണ് ഈ പരാതി. ഈ സംഭവത്തെ തുടർന്ന് വിവാഹമോചനത്തിലേക്ക് പോകേണ്ടി വന്നു കുട്ടിക്ക്. കാരണം ഒരു കുഞ്ഞുള്ള ഇവർ ഈ സംഭവം അറിഞ്ഞ ഭർത്താവ് പിന്നീട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഇരുവരും ഒരുമിച്ച് വിവാഹമോചനം നേടാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി കോടതിയെ സമീപിച്ച് ആ കേസ് നടന്നു വരികയാണ്. അപ്പോൾ ആ കേസ് ഏൽപ്പിച്ച വക്കീലിനെ പോലും ഈ മൻസൂറിൻ്റെ ആളുകളും ചേർന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഭയപ്പെട്ട ഈ പെൺകുട്ടി കുഞ്ഞിനെയും കൊണ്ട് ഒളിവിൽ കഴിയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കൊല്ലത്തുകാരനായ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന ഒരു CPM നേതാവാണത്രേ ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂറിനെ ഒളിപ്പിച്ചിരിക്കുന്നതും രക്ഷകനായി നടക്കുന്നതും. അപ്പോൾ കുഞ്ഞിച്ചന്തു അടക്കമുള്ള CPMകാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്തതെന്നുമാണ് ചാനലിലൂടെ ഈ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തൽ. അപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള വലിയ നടന്മാർ ഉണ്ടായിരുന്ന സെറ്റിലാണ് ഇത്തരം ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തൽ SIT അതീവ ഗൗരവത്തോടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ സാംസ്കാരിക മന്ത്രി ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ഭരണഘടന കുന്തമാണ്, കുടച്ചക്രമാണ് എന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രിക്ക് 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല, ഇടതുമുന്നണിക്കും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഇടതു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും അനിവാര്യമായ
ഒരാളാണ്, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ. സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിമാരിൽ വെച്ച് ഏറ്റവും സംസ്കാരമില്ലാത്ത പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ രക്ഷാകവചം ഒരുക്കി സജി ചെറിയാൻ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ആ നടി ഉൾപ്പെടെയുള്ളവർ രേഖാമൂലം തന്നെ പരാതി നൽകുന്ന അവസ്ഥയിലേക്ക് വരികയും രഞ്ജിത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരികയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഷാജി എൻ കരുൺ അധ്യക്ഷനായ സിനിമാ നയരൂപീകരണ സമിതി, അതൊരു സമിതിയൊന്നുമല്ല, 11 പേരുള്ള ഒരു കരട് കമ്മിറ്റിയാണ്, കരടുണ്ടാക്കാൻ ഏർപ്പെടുത്തിയ കമ്മിറ്റിയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഒരു നയരൂപീകരണ സമിതി എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട, അതും ഷാജി എൻ കരുണിനെ പോലെ പ്രശസ്തനായ ഒരു സംവിധായകൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി വെറും കരടുണ്ടാക്കുന്നതാണ്. അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നയമെല്ലാം തീരുമാനിക്കുന്നത് മന്ത്രിസഭയാണ്. നയപ്രഖ്യാപനം നടത്തുന്നത് മന്ത്രിസഭയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷേ സാങ്കേതിക വിദഗ്ധരും സിനിമാ രംഗത്തെ പ്രഗത്ഭരും അടങ്ങിയ ഒരു സമിതി ആയിരിക്കുമല്ലോ അത്തരം ഒരു നയ രൂപീകരണം നടത്തുന്നത്. അല്ലാതെ ജനപ്രതിനിധികളായ MLA-മാർക്കും മന്ത്രിമാർക്കും സിനിമാ രംഗത്തെക്കുറിച്ച് അത്രയ്ക്ക് വലിയ പാണ്ഡിത്യമുണ്ടെന്ന് കരുതാനാവില്ലല്ലോ. അപ്പോൾ കലാകാരന്മാരെയും സിനിമാ പ്രവർത്തകരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സജി ചെറിയാൻ സ്വീകരിച്ചത്. ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിൽ എന്തായാലും കേസ് കോടതിയിലായതുകൊണ്ട് താൻ പ്രതികരിക്കുന്നില്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞൊഴിഞ്ഞത്. ഇപ്പോൾ വിഷയം അതീവ ഗുരുതരമാണ്. ഹേമ കമ്മിറ്റിയിൽ പരാതി നൽകാത്ത നടിമാർ, സിനിമാ പ്രവർത്തകർ ഓരോരുത്തരായി SITയെ സമീപിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. ഇടതുപക്ഷം ഗൗരവത്തോടെയാണ് ഈ അന്വേഷണത്തെ കാണുന്നതെങ്കിൽ തീർച്ചയായും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി നൽകിയ പരാതി മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും അവഗണിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.